ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും ദൈവനാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം. അതുള്ളതുപോലെ നായ്ക്കമ്പറമ്പലച്ചൻ നയിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. അനന്ത സ്നേഹമായ സ്വർഗീയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനവും യേശു ക്രിസ്തുവിനുള്ള സാക്ഷ്യവും കേൾക്കാനിടയാകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ ആ മണിക്കൂറാക്കി അവിടുന്ന് മാറ്റണമേ. ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും പീഡകളിലും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം അവരെ കഴുകി അവരെ വിമോചിപ്പിക്കട്ടെ. ആന്തരിക സൗഖ്യം നൽകട്ടെ. പരിശുദ്ധാത്മാവ് ഏവരിലും നിറയട്ടെ. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രത്യാശയുടെയും ജീവിതം ഏവർക്കും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയ പ്രേക്ഷകരെ, ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നായ്ക്കമ്പറമ്പലച്ചൻ നമീബിയ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യം സന്ദർശിക്കുകയും സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്തു. ഈ രാജ്യം നമീബിയ അച്ഛൻ ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യമാണ്. അത് അച്ഛൻ്റെ പ്രഘോഷണ ലോകത്തെ 79ാമത്തെ രാജ്യമാണ്. ലോകാതിർത്തി വരെ സുവിശേഷം പ്രസംഗിക്കുക എന്ന യേശുവിൻ്റെ കൽപ്പന പോട്ട ശുശ്രൂഷയിലൂടെ ഏറ്റെടുക്കപ്പെട്ട് നടത്തപ്പെടുന്നതിൻ്റെ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പുതിയ രാജ്യത്തിലേക്ക് കാലുകുത്താൻ ദൈവം ഇടയാക്കുന്നത്. അച്ഛൻ്റെ ഓരോ വിദേശ യാത്രയും ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ദൈവം അതിനോരോരുത്തരെ ഉപകരണങ്ങളാക്കി മാറ്റാറുണ്ട്. അതാത് രാജ്യത്തിൽ വസിക്കുന്ന ആരെയെങ്കിലും. ഇത്തവണ ഈ 79ാമത്തെ രാജ്യമായി ദൈവം തെരഞ്ഞെടുത്ത നമീബിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ എത്തിപ്പെടാൻ കാരണമായത് കേരളത്തിൽ ആലപ്പുഴ എന്ന ജില്ലയിലെ സ്വദേശിനിയും ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമീബിയ എന്ന രാജ്യത്തിൽ 19 വർഷക്കാലമായി ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. 44 വർഷങ്ങളായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ സഹോദരി ആണ് നമുക്കിന്ന് അതിഥിയായി കൂടെയുള്ളത്. ഈ സഹോദരിയുടെ പേര് മേരി ഫെലിക്സ് യേശുദാസ് എന്നാണ്. മേരി ഫില്ലീസ് യേശുദാസ് ആഫ്രിക്കയുടെ മണ്ണിൽ ദൈവവചനത്തിനു സാക്ഷ്യമാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷക. ആഫ്രിക്കയിലെ നമീബിയ എന്ന സ്ഥലത്ത് ദരിദ്ര ജീവിതങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിലൂടെയും ശുശ്രൂഷാ ജീവിതത്തിലൂടെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തനിക്കു ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമായി മാറിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാക്ഷ്യമായി മേരി ഫില്ലീസ് യേശുദാസ് നമീബിയയിൽ തൻ്റെ ശുശ്രൂഷ ഇന്നും തുടരുന്നു. ആഫ്രിക്കയിലെ 54 രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും എന്നോണം ദൈവസന്നിധിയിൽ ഒന്നിലധികം പ്രാവശ്യം ഉയർത്തുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അക്കൂട്ടത്തിൽ നമീബിയയും ഉൾപ്പെടുന്നു. എന്നാൽ നമീബിയയ്ക്കുള്ള ധ്യാനം ഞങ്ങൾ ഏറ്റെടുത്ത നാളുകളിൽ മുതൽ
എല്ലാം ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ നമീബിയയെ ഓർത്ത് പ്രത്യേകം സമർപ്പിച്ച് ഓർഗനൈസേഴ്സിന് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ അച്ഛൻ്റെ ധ്യാനം വളരെ വ്യത്യസ്തമായ അനുഭവം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഒരു ചോദ്യമുള്ളത്, അച്ഛൻ്റെ ആ ധ്യാനവുമായി ബന്ധപ്പെട്ടോ അവിടെയുള്ള വരവുമായി ബന്ധപ്പെട്ടോ പെട്ടെന്ന് മനസ്സിൽ തങ്ങുന്ന അതിശയകരമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പറയാമോ? ഫാദർ ജൂലൈ 12 ലാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിൻ്ററാണ്, -3-4 പ്രഡിക്റ്റഡ് ടെമ്പറേച്ചർ. ഞങ്ങളെല്ലാം ഉള്ളിൽ വളരെ ഭയത്തോടായിരുന്നത് ഫാദറിനത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നല്ല തണുപ്പാണ്, കൈയൊക്കെ ഫ്രോസൺ ആവും, 2 കോട്ടിട്ടാലും നിൽക്കത്തില്ല. പക്ഷേ ഫാദർ പ്ലെയിൻ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു ഓൾ ഓൺ എ സഡൻ ആ ടെമ്പറേച്ചർ നോർമലായി. ഇറ്റ് കെയിം ടു 18. ഫാദറിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഫാദർ നേരെ സെമിനാരി വന്നു, താമസിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ ഫാദർ ഈസ് ഓക്കെ. അതായിരുന്നു ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കിയത്. ഇത് വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. അച്ഛൻ അവിടെ ചെന്നൊരു പ്രവാചകൻ ഒരു രാജ്യത്ത് നിന്ന് കാലുകുത്തുന്നു, ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥ തന്നെ മാറിക്കൊണ്ട് സ്വീകരിക്കുന്നു. ആ കാലാവസ്ഥാ വ്യതിയാനം, അതും ഇവർ ഭയപ്പെട്ടിരുന്നു. ഇവരാണല്ലോ ഈ സ്വീകരിക്കേണ്ടവർ. അപ്പോൾ ഈ മറ്റൊരു കാലാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇത്രമാത്രം തണുപ്പിൽ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന ആശങ്കയുമായി സംഘാടകർ നിൽക്കുമ്പോൾ ആ കാലാവസ്ഥ തന്നെ അട്ടിമുറിച്ചുകൊണ്ട് അച്ഛൻ കാലുകുത്തുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ ഒരു 15 കൊല്ലമായിട്ട് നടക്കുന്ന അത്ഭുത പ്രതിഭാസമാണ്. ഏത് രാജ്യത്തിൽ ചെന്നാലും വചനപ്രഘോഷണത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷവും കാലാവസ്ഥയും ദൈവം അടുത്തു നിന്ന് തന്നെ നമുക്ക് തരികയാണ്. ഉദാഹരണത്തിന് -20 ആയിരുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് +20 ആകുന്നു. ഇത് കാനഡയിൽ സംഭവിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ സംഭവിച്ചിട്ടുണ്ട്, എല്ലാ രാജ്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ കൂടെയുള്ള ടീമംഗമായ സിസ്റ്റർ തെരേസിൻ്റെ പെട്ടി ഓസ്ട്രേലിയൻ സായിപ്പ് തുറന്നു. എന്തെങ്കിലും ബോംബോ വല്ലതൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പരിശോധിച്ച് കഴിഞ്ഞ് അദ്ദേഹം സിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്ത ശേഷം ദ എൻ്റയർ ക്ലൈമറ്റ് ഇൻ ഓസ്ട്രേലിയ ഹാസ് ചേഞ്ച്. ഇത് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇവിടുത്തെ അന്തരീക്ഷവും കാലാവസ്ഥയും മാറിക്കഴിഞ്ഞു. ഇത് വലിയൊരു അത്ഭുതമാണ്, സ്ഥിരമായിട്ടുള്ള അത്ഭുതമാണ്. എന്നാൽ വചനപ്രഘോഷണത്തിന് വേണ്ടിയുള്ള അത്ഭുതമാണ്. നമ്മൾ പോകുന്നത് ദൈവപുത്രനായ യേശുവിൻ്റെ രക്ഷയുടെ സന്ദേശം കൊടുക്കാനാണെന്ന് ചുറ്റുമുള്ളവരും അവിശ്വാസികളും തിരിച്ചറിഞ്ഞ് അത്ഭുതപ്പെടുമാറാണ് ദൈവത്തിൻ്റെ ഈ ഇടപെടൽ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇപ്പോൾ ഈ സഹോദരി കാലങ്ങളായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അച്ഛൻ പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിലും ദൈവത്തിൻ്റെ മനസ്സിലും നായ്ക്കമ്പറമ്പിൽ അച്ഛൻ നമീബിയ എന്ന രാജ്യത്ത് പ്രസംഗിച്ചിരിക്കണം എന്ന സ്നേഹ പദ്ധതിയുണ്ട്. അതിവിടെ നടപ്പാക്കുകയാണ്. അതായത് ഈ യാത്രയുടെ 79ാമത്തെ രാജ്യമായ നമീബിയയിലേക്ക് അച്ഛൻ എത്തണമെന്ന ദൈവത്തിൻ്റെ അനന്ത പദ്ധതി അവിടെ നടപ്പാകുന്നു. ദൈവം ഒരു അംഗീകാര മുദ്ര ചാർത്തി ആ വരവിനെ അംഗീകരിക്കുന്നു. ആ ദിവസങ്ങളിലെ പ്രഘോഷണത്തെ അനുകൂലമാക്കി അംഗീകാരം പതിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കൗതുകം, ഈ വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ അതിശയകരമായി തന്നെ ഇറങ്ങുന്നു. ഇനി അതൊരു പൊതുവായ ഒരു വിഷയം. അവിടെ നടന്ന സാധാരണ അച്ഛൻ്റെ ധ്യാനം എന്നാൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയോടുകൂടിയാണ്. അവിടെ നടന്ന വ്യക്തിപരമായ എന്തെങ്കിലും അത്ഭുതങ്ങൾ, രോഗശാന്തി പോലെയുള്ള എന്തെങ്കിലും ഒരു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു സാക്ഷ്യമായി പരിണമിക്കുകയും അനേകർക്ക് രോഗശാന്തി ഉൾപ്പെടെ അനേക അനുഗ്രഹങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ അനേകം ആളുകൾ സൗഖ്യം സ്വന്തമാക്കുന്നുണ്ട്. അതിനാൽ ഈ ശുശ്രൂഷയും ജനത്തിൻ്റെ കൈവശം എത്തുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് കാരണമാവുകയും അതിശയത്തിന് ഇടയാകുകയും ചെയ്യട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ചോദ്യം. അന്ന് അവിടെ നടന്ന പ്രഘോഷണങ്ങളിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു രോഗശാന്തി പോലെയുള്ള അത്ഭുതം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരിക്കും. ഫാദർ വന്നതിൻ്റെ 2nd ഡേയിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പ് അവരുടെ ആനുവൽ റിട്രീറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഫാദറിനെ വിളിച്ചു. 1 ഡേ ഫാദർ വാസ് സ്പെൻഡിങ് ഡേ. അപ്പോൾ ഹീലിംഗ് സർവീസ് തുടങ്ങി. വർഷങ്ങളായിട്ട് തളർന്നു കിടന്ന ആളിനെ അവർ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഫാദർ പ്രെയർ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹീ സ്റ്റുഡ് അപ്പ്. ഫോൺ കോൾസ് വന്നു. വേറെ അസുഖമായിട്ട് വീട്ടിൽ കിടന്ന് എഴുന്നേക്കാൻ വയ്യാത്തവർ വിളിച്ചു പറഞ്ഞ് നൗ ഐ ക്യാൻ വാക്ക്.
പല സിസ്റ്റേഴ്സും പല ലേമനും ഈ ക്ലച്ചസിൽ വന്നു. പ്രാർത്ഥന മൂത്ത് വന്നപ്പോൾ അവർ ക്ലച്ച് വലിച്ചെറിഞ്ഞിട്ട് ഓടി അവിടെ ഹാളിൽ. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് ഡയസിസിൽ വന്നു. നമ്മുടെ സ്കൂളിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വികാർ ജനറൽ ഉണ്ടായിരുന്നു, പാരിഷ് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെയും ഹീലിംഗ് സർവീസ് അവിടെ ഭയങ്കരമായി. പെന്തക്കോസ്താ തിരുനാൾ പോലെ കത്തിജ്വലിക്കുമെന്നാണ് നമ്മുടെ സിസ്റ്റർ തെരേസ എന്ന് പറഞ്ഞത്. അതുപോലെ വിജിയുടെ കാല് മുട്ടിന് ഭയങ്കര പെയിനായിട്ട് ഫാദർ ഷൂസ് ഇടാൻ വയ്യ, നടക്കാൻ വയ്യ, സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ടാണ് ഹാളിൽ വരുന്നത്. ഈ പ്രെയർ അങ്ങോട്ട് തുടങ്ങി. പക്ഷേ പുള്ളി വന്നു, ഇന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും, എനിക്ക് സൗഖ്യം കിട്ടണം എന്ന് പറഞ്ഞാൽ പുള്ളി വന്നത്. ഫാദറിൻ്റെ പ്രെയർ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിജി സ്ലിപ്പേഴ്സ് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്റ്റേജിലോട്ട് ഓടി വന്നു. അതുപോലെ തന്നെ അവിടുത്തെ പാരിഷ് പ്രീസ്റ്റ് ഒരു 3 മാസമായിട്ട് മുട്ടിന് വേദനയായിട്ട് നടക്കാൻ വയ്യ, ഹീ കനോട്ട് ഡ്രൈവ്. ആ സിറ്റുവേഷനിൽ അവിടെ വന്നു. ഫാദർ മൈക്കിളും ഇതുപോലെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെയിൻ പോയെന്ന് പറഞ്ഞിട്ട് ഫാദർ ഓടി വന്ന് ഓൾട്ടറിൽ വന്നു. അതായിരുന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്. അതുകൂടാതെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ബിഷപ്സ് കത്തീഡ്രലിൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങൾ മാറി. ഒരുപാട് ഹീലിംഗ് സർവീസ് വളരെ മിറാക്കുലസ് ആയിട്ട് നടന്നു. സാധാരണയായി ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ജനതയെ സമർപ്പിച്ചും അവിടെ നടക്കേണ്ടത് എന്ന് കരുതുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം പ്രാർത്ഥന ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കാലാവസ്ഥ വ്യത്യാസം ഉൾപ്പെടെ ഈ രോഗശാന്തി ഉൾപ്പെടെ പലതും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള അത്ഭുതങ്ങളെ ലക്ഷ്യം കണ്ട് ഇതുപോലെയൊക്കെ സംഭവിക്കും എന്ന ഒരു വെളിപ്പെടുത്തലോ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊരുക്കമോ ഒക്കെ നമ്മുടെ ടീമിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് എല്ലാ ധ്യാനത്തിനും ഉള്ള പ്രാർത്ഥനയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും നൽകണമേ. ഇന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് വെളിപ്പെട്ട് കിട്ടിയില്ല. പിന്നെ ദൈവം ആ രാജ്യത്തെ പ്രത്യേകം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുകൂടി ഒരുപക്ഷെ അനേകരോട് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ വചനപ്രഘോഷണത്തിൽ ജീവിക്കുന്ന ദൈവം സന്നിഹിതനാണ് എന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കാത്തവർ പോലും അറിയുവാൻ ഇടവരുത്തക്കണം ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇതുപോലെയുള്ള രോഗശാന്തികൾക്ക് വേണ്ടിയും അത്ഭുതങ്ങൾക്ക് വേണ്ടിയും നമ്മൾ മുൻകൂട്ടി സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അത് എല്ലാ ധ്യാനത്തിലും ഉള്ളതാണ്. ഒരു ഈ കേൾവിക്കാർക്ക് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ അച്ഛൻ വന്നതും അവിടുന്ന് മടങ്ങിപ്പോകുന്നതും അതിനിടയ്ക്ക് നടന്ന ഓരോ ധ്യാനവും ക്രമമായി ഏതെല്ലാം കമ്മ്യൂണിറ്റിയെ ഫേസ് ചെയ്തു എന്ന വിധത്തിൽ സ്കൂൾ അങ്ങനെ പലത് പറഞ്ഞല്ലോ. അങ്ങനെ എത്ര ധ്യാനം അവിടെ നടത്തപ്പെട്ടു, ആരോടെല്ലാമായിരുന്നു ആ ധ്യാനം എന്ന വിധത്തിലൊന്നും പറഞ്ഞാൽ കൊള്ളാം. ഫാദർ വന്നതിൻ്റെ പിറ്റേ ദിവസം 11th ഫാദർ അവിടെ എത്തുന്നത്. 12th സെമിനാരീസിനോട് സംസാരിച്ചു. അവരോട് പ്രൈവറ്റായിട്ട് സിസ്റ്റർ തെരസും മറ്റുള്ള ഫാദേഴ്സ് രണ്ടുപേരും സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലാണ് അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിന് അവിടെ പോയി അവിടെ ഒരെണ്ണം നടത്തി 2 തിരിച്ച് ഞങ്ങൾ പിന്നെ വരുന്നത് നേരെ സ്കൂളിലോട്ടാണ്. സ്കൂളിലോട്ട് വന്ന് സ്കൂളിൽ നടത്തി 3 ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട്. ഈവൻ പേരൻസും അത് അറ്റൻഡ് ചെയ്തു, മറ്റുള്ള സ്കൂൾസിലെ ടീച്ചേഴ്സും വന്ന് അറ്റൻഡ് ചെയ്തു, ഞങ്ങളുടെ എൻ്റെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്തു. അതിനകത്തുനിന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി പ്രാർത്ഥനയിലും മറ്റുള്ളവരിലും. കുട്ടികളിലാണെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കണം. കാരണം ഫാദർ ഇൻസിസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് മിനിമം 2 to 3 hours സ്പെൻഡ് ഇൻ പ്രേ. അപ്പം കുട്ടികൾ അത് അനുസരിച്ച് ബൈബിൾ റീഡിങ്ങിൻ്റെ ടൈം കൂട്ടി, പ്രാർത്ഥനയുടെ ടൈം കൂട്ടി. അത് കഴിഞ്ഞു ഫാദർ മിറാക്കുലസ് ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഈവൻ ആംഗ്ലിക്കൻസ് പോലും വി വോണ്ട് ടു ജോയിൻ ദ കാത്തലിക് ചർച്ച്. അത് കഴിഞ്ഞ് ഫാദർ വൊക്കേഷനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 26 ഗേൾസ് വന്ന് പറഞ്ഞു വി വോണ്ട് ടു ജോയിൻ ദ സിസ്റ്റർഹുഡ്. ഫാദർ ഒരു നമ്പർ പറഞ്ഞായിരുന്നു. അതുപോലെ 6 ബോയ്സ് വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രീസ്റ്റ്ഹുഡിന് ജോയിൻ ചെയ്യണം. അങ്ങനെ ഒരു വൊക്കേഷനിലോട്ട് വേണം എന്നുള്ള ഒരു ആർത്തി കുട്ടികളുടെ ഉള്ളിൽ. ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചതാണ്, പക്ഷേ നടന്നില്ല. കാരണം അവിടെ ഭയങ്കര നമ്മൾ ഫൈനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്താലും അവർ പറയുന്നത് എൻ്റെ ഫാമിലിക്ക് എന്നെ വേണം, അവർക്ക് ഫൈനാൻസ് ഓക്കെ അല്ല. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാലും അവർ പറയില്ല, എനിക്ക് ജോലി കിട്ടിയാൽ കൂടുതൽ കാശുണ്ടാക്കാം. ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു നോ ഐ വോണ്ട് ടു ജോയിൻ. ഈവൻ സിംഗിൾ ബോയ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും അവൻ വന്നിട്ട് പറഞ്ഞ് എനിക്ക് പ്രീസ്റ്റ്ഹുഡിന് ചേരണം. അങ്ങനെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കി. ഈവൻ ഞങ്ങളുടെ ബിഷപ്പിനും ഭയങ്കരമായിരുന്നു. എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു ഫാദർ നായിക്കും പറമ്പിലിന് ഇത് എങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു ബിഷപ്പ് ത്രൂ പ്രേ ആൻഡ് ഫാസ്റ്റിംഗ്. ഈസ് ഇറ്റ് സോ? അത് കഴിഞ്ഞു
ഫാദർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് വരും, ഈ സ്കൂൾ വലുതായിട്ട് ഉയരും. കാരണം ഇതൊരു പാവപ്പെട്ട സ്കൂളാണ്. ഞാൻ ചെല്ലുമ്പോൾ വലിയ ഫെസിലിറ്റീസ് ഒന്നുമല്ല, കിട്ടുന്ന കാശ് സൂക്ഷിച്ചുപയോഗിച്ചു. ഞാനൊരു 8 ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, 3 വണ്ടി വാങ്ങിച്ചു, 3 ഹോസ്റ്റൽ എക്സ്റ്റെൻഡ് ചെയ്തു. ഫാദർ അവിടെ ഇരിക്കും പറഞ്ഞ് എനിക്ക് 40 നമ്പർ കാണുന്നുണ്ട്, അവിടുന്ന് ഹെൽപ്പ് വരുമെന്ന്. 2-ാം ദിവസം ഞങ്ങളുടെ ഒരു ഡോണറാണ്, പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്, എന്താ ഇപ്പോഴത്തെ നീഡെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കൊരു എക്സ്റ്റെൻഡ് ചെയ്യണം ക്ലാസ് റൂം, കാരണം ഗേൾസ് കൺജസ്റ്റഡ് ആണ്, അതിൻ്റെ കൊട്ടേഷൻ അയക്കാൻ പറഞ്ഞു. അതിലും അതിശയകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ചൈനീസ് എംബസിയിൽ നിന്ന് ഒരു ഏജൻറ്റ് വന്നു, എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് $20,000 നിങ്ങൾക്ക് തരും, കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനാണ്. ഞങ്ങളപ്പം 2,000 വെച്ച് 10 സ്റ്റുഡൻസിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ദൈവമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ച് എനിക്ക് അംബാസഡറിനെ ഒന്ന് കാണാൻ പറ്റുമോ. യൂഷ്വലി അവർ മിനിസ്റ്റേഴ്സ്, പ്രസിഡൻറ്റ്സ് എല്ലാ VIPസിനെ അനുവദിക്കത്തുള്ളൂ. ഐ ആം ജസ്റ്റ് എൻ ഓർഡിനറി ലേഡി. ഈ ഏജൻറ്റ് എന്ന് അംബാസഡറിനോട് പറഞ്ഞ് ശരി. ഫാദർ വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ് Thursday 3 മണിക്ക് വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഏജൻറ്റ് എന്നോട് പറഞ്ഞു ടേക്ക് ഓൾ യുവർ റിസൾട്ട്സ് ഫ്രം 2001 ആൻഡ് ഷോ ഹിം. പിന്നെ പിക്ചേഴ്സും എല്ലാം കാണിച്ചു. പുള്ളി അവിടെ സ്റ്റണ്ടായിട്ട് അവിടെ ഇരുന്നു. ഒരു 3 മണിക്കൂർ എന്നെ പിടിച്ചിരുത്തി സംസാരിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഐ വിൽ ഡു മോർ ദാൻ ദിസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ഫോൺ കോൾ വന്ന് നിങ്ങളുടെ സ്കൂളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബുക്സ് വാങ്ങിക്കാൻ 250,000 ചൈനീസ് അംബാസഡർ ഡൊണേറ്റ് ചെയ്യുമെന്ന്. അത് ഒരു ഭയങ്കര അതിശയമാണ്, ചൈനീസ് എംബസിയിൽ നിന്ന് അത് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ കാണാൻ പോയപ്പോഴത്തേക്കും പുള്ളി അന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് ബുക്സ് വാങ്ങിക്കാൻ തരാമെന്ന് പറഞ്ഞിരുന്നു, തന്നില്ല, ഞാൻ ചെയ്തില്ല. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നതിന് മുമ്പ് വരാം. പുള്ളിയും ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പുമായിട്ട് അതേ വീക്കിൽ തന്നെ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ആ ബിസിനസ് ഗ്രൂപ്പ് 50,000 ഡൊണേറ്റ് ചെയ്തു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. മറ്റുള്ള വേറെ ഡോണേഴ്സ് ഉണ്ട് അവിടെ, ഡയമണ്ട് ഇൻഡസ്ട്രീസ് നടത്തുന്നവർ, അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരും വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് പ്രിപ്പയർ എനിത്തിങ് യു നീഡ്, അതിൻ്റെ എല്ലാം കൂടെ ഒരു 3 പ്രോജക്റ്റ് ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പറഞ്ഞു ഇനി എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് അയക്ക്, ഞാനത് ഡൽഹിയിലേക്ക് ഫോർവേഡ് ചെയ്യാമെന്ന്. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഒരു ഗ്രേസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളിന് കുട്ടികൾക്കാണെങ്കിലും കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം മുമ്പോട്ട് വരികയാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫാദർ വന്നതിന് ശേഷം ഞാനൊരു 50 ബെഡ് ഹോസ്റ്റൽ കൺസ്ട്രക്ഷൻ തുടങ്ങി. റൂഫ് ലെവലായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എൻ്റെ പണ്ടുമുതലുള്ള ഒരാഗ്രഹമാണ് അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ വേണം, കുട്ടികൾക്ക് പള്ളി സ്കൂളിൽ വന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക, വൈകുന്നേരം റോസറി ചൊല്ലുക. അപ്പോൾ ഫാദറിൻ്റെ ചോദിച്ചു ഫാദർ ഇതാണ് ഞങ്ങൾ വിചാരിക്കുന്ന സ്ഥലം. ഫാദർ പറഞ്ഞ് നടക്കും. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഹാഫായി, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എത്തിയിട്ടും. അച്ഛാ, ഇപ്പോൾ നമ്മൾ കേട്ടത് അനുസരിച്ച് ഇതുവരെ സംഭവിക്കാത്തതും സാധാരണ നമ്മുടെ സാക്ഷ്യങ്ങളായി പലപ്പോഴും വരുന്നത് അഭിവൃദ്ധി സംബന്ധമായ കാര്യങ്ങളാണല്ലോ, രോഗശാന്തിയും അനുഗ്രഹങ്ങളും. പക്ഷേ ഇവിടെ ദൈവവിളി എന്ന ഒരു മഹത്തായ കാര്യം അച്ഛൻ്റെ പ്രഘോഷണത്തിലൂടെ നമീബിയ എന്ന അതിന് സാധ്യതയില്ലാത്ത ഒരു രാജ്യത്ത് സംഭവിക്കുകയാണ്. അച്ഛൻ അക്കം പറഞ്ഞിരുന്ന 6 പേർ ആ ദിവസങ്ങളിൽ തന്നെ പുരോഹിതരാവുക എന്ന താല്പര്യവുമായി സമീപിക്കുന്നു. മറ്റൊന്ന് കുറേ കുട്ടികൾ 26 മറ്റോ കന്യാസ്ത്രീകളാകാൻ തീരുമാനിക്കുന്നു. പിന്നെ അച്ഛൻ പ്രവചിച്ച സ്കൂളിൻ്റെ അഭിവൃദ്ധി തുടങ്ങിയതെല്ലാം. ഇതൊരു വളരെ വ്യത്യസ്തമായ സാക്ഷ്യവും അനേകർക്ക് പ്രചോദനം നൽകുന്ന കാര്യവുമാണ്. എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ചെന്ന് പറയാം. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. സഭയുടെ ആവശ്യമാണ് ദൈവവിളി ഉണ്ടാകുക എന്നുള്ളത്. സഭയുടെ ആവശ്യമാണ് ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ശക്തി പ്രാപിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വാരിക്ക് വരി എന്നോണം സാമ്പത്തിക സഹായം പലരിലൂടെ കൊടുത്തത്. അത് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു കാര്യങ്ങളായി പറഞ്ഞതല്ല. കാരണം ഈ ധ്യാനം ഓർഗനൈസ് ചെയ്തു, ഇത്രയും പേര് വചനം കേൾക്കാനായിട്ട് ഉള്ള പരിശ്രമം ചെയ്തു. അതിന് ചൈനീസ് എംബസിയിൽ നിന്ന് സഹായം, അങ്ങനെ മറ്റ് എംബസികളിൽ നിന്ന് സഹായം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രീതി, ദൈവത്തിൻ്റെ പ്രീതി നേടി. ദൈവത്തിൻ്റെ ആ പ്രീതി നേടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതെല്ലാം ജ്വലിപ്പിച്ചു. അതുപോലെ തന്നെ ദൈവവിളി ഇന്നിൻ്റെ ആവശ്യമാണ്. തുടർച്ചയായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാനും വളരാനും സാധിക്കുകയുള്ളൂ. എങ്കിലും അവർ ഇതിന് മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ ദൈവത്തിന് നന്ദി പറഞ്ഞ്
സ്തുതിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യമാണ്. ഒരു ഏകദേശം ഈ കാര്യങ്ങളെ സമാപിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ആ രാജ്യത്തിൻ്റെ വിസ്തൃതി, അതിൽ ഉള്ള ജനതയുടെ സംഖ്യ, അങ്ങനെയൊക്കെയുള്ളൊരു അറിവ് കിട്ടിയാൽ ആ രാജ്യത്തെക്കുറിച്ചുള്ളൊരു അറിവും അവിടുത്തെ പ്രഘോഷണ വഴികളെക്കുറിച്ചുള്ള അറിവുമെല്ലാം ഒന്ന് ഈ പ്രേക്ഷകർക്ക് കിട്ടാൻ കാരണമാകും. ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ്, മജോറിറ്റി ആ ലൂതറൻസ്. പക്ഷേ കാത്തലിക്സ് ഉണ്ട്, ജർമ്മൻ മിഷണറീസാണ് അവിടെ വന്ന് നമ്മുടെ കാത്തലിക്സിൻ്റെ ഇത് സ്പ്രെഡ് ചെയ്തതും. ആഫ്രിക്കൻസിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്കൂള് ജർമ്മൻ മിഷണറീസാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ആകെ ഇപ്പോൾ അവിടെ 4 സ്കൂൾ മാത്രമേ ഉള്ളൂ കാത്തലിക്കിൻ്റെ കീഴിൽ, ബാക്കിയെല്ലാം ലൂതറൻസിൻ്റെയും ആംഗ്ലിക്കൻസിൻ്റെയും ആണ്. പക്ഷേ നമ്മൾ ആ കുട്ടികളെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ചെയ്യും. പക്ഷേ ആ സമയത്ത് അവർ ചിലപ്പോൾ ഐ വോണ്ട് ടു ജോയിൻ ദ കാത്തലിക് ചർച്ച് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിയന് പ്രിപ്പയർ ചെയ്യും, കോൺഫർമേഷന് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അവർ ഫസ്റ്റ് കമ്മ്യൂണിയൻ റിസീവ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് കോൺഫർമേഷന് വരും. ഇത് വളരെ ഒരു ചെറിയ രാജ്യമാണ്, നമ്മുടെ കേരളത്തിൻ്റെ അത്രയും രാജ്യം വലുതാണ്. പക്ഷേ ആൾക്കാർ അപ്പോഴേ 2.2 മില്യണേ ഉള്ളൂ. 22 ലക്ഷം. ഈ സ്ഥലം ധാരാളം സ്ഥലം എം ടി ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ ജനറലി ആൾക്കാർ പുവറാണ്. റിച്ച്നെസ് ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് 5%. ഫിൽത്തി റിച്ചാണ് റിച്ചായിട്ടുള്ള ആൾക്കാർ. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വലിയ കെയറൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പാവപ്പെട്ട കുട്ടികളെ സഹായിച്ച് രക്ഷിച്ച് പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബഞ്ച് ഓഫ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്, ഫിസിഷ്യൻസ്, അങ്ങനെ ഒരു സ്ട്രീം ഓഫ് ലേണേഴ്സ് പോയിട്ടുണ്ട്. ഇപ്പം ആ കൺട്രിയുടെ കീ പൊസിഷനിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസാണ്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട് അവരുടെ സർവീസിൽ. സർവീസ് മൈൻഡഡാണ്, വളരെ ഹോണസ്റ്റാണ്. അവർ സർവീസ് മൈൻഡഡായിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചത് കണക്ക് അവർ ചെയ്യും. തിരിച്ച് ഞങ്ങൾക്ക് വന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ എത്തിയത് മിസ് ദാസ് അവിടെ ഇരുന്നത് കൊണ്ടാണ്, എൻ്റെ മക്കളെയും മിസ് തന്നെ പഠിപ്പിച്ചാൽ മതി, എങ്കിലേ അവർ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ അവർ നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളത് അവർ അവയർനെസ് ഉണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോഴത്തെ പ്രസൻറ്റ് പേരൻസിനും. അതുകൊണ്ട് നമീബിയയിൽ ഞങ്ങൾ നോർത്തേൺ സൈഡിലാണ്. ക്യാപിറ്റലിലേക്ക് 750 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അതും കഴിഞ്ഞ് 1500 കിലോമീറ്ററോ 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഇവിടെ അഡ്മിഷന് വേണ്ടി വരും. അഡ്മിഷൻ ആപ്പടെ 70 or 80 സ്റ്റുഡൻസിനെ കൊടുക്കത്തുള്ളൂ. ഞങ്ങളുടെ എൻട്രിയിൽ വരുമ്പോൾ 500 സ്റ്റുഡൻസ് കാണും. നമുക്ക് എല്ലാവരെയും കൂടെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വി ഗീവ് പ്രിഫറൻസ് ടു കാത്തലിക്സ്. പിന്നെ മിഷൻ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പൂവറായിട്ടുള്ള കുട്ടികളെ നമ്മൾ മാർക്ക് കുറഞ്ഞാൽ അവരെടുത്ത് അവരെ ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആരാധനയിലേക്ക് പ്രവേശിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ലോകാതിർത്തികൾ വരെ അവിടുത്തെ സുവിശേഷം എത്തണം എന്നാഗ്രഹിക്കുന്ന ഈശോയെ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ദൈവപുത്ര, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയും. അങ്ങയുടെ ആഗ്രഹം പല വ്യക്തികളിലൂടെ ഈ ഭൂമിയിൽ പൂർത്തിയാക്കുന്ന ദൈവമേ, അതിനുപകരണമായി അങ്ങ് തിരഞ്ഞെടുക്കുന്ന അനേകരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും. ഈ ആരാധനയിൽ പങ്കെടുത്ത് ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ഇരിക്കുന്ന ആരെയൊക്കെയോ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി തങ്ങളായിരിക്കുന്ന രാജ്യത്ത് ഇനിയും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ ആത്മാവിൻ്റെ ഉപകരണമായി മാറാൻ, സുവിശേഷ പ്രഘോഷണ വഴികളിൽ പ്രവാചകന്മാർക്ക് വഴിയൊരുക്കാൻ തിരഞ്ഞെടുക്കുന്ന അത്ഭുത മുഹൂർത്തമാണിതെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവമേ, കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ലോകത്തിലെ ഏതോ കോണിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരിലേക്കോ പരിശുദ്ധാത്മാ പ്രേരണ കൊടുക്കുന്നു. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലെങ്കിൽ എന്നിലൂടെ ഒരു പ്രവാചകനെ ആ രാജ്യത്ത് എത്തിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹ വചസ്സുകൾ, സൗഖ്യവചനങ്ങൾ ആ രാജ്യത്തും എത്താനും അനേകം ആളുകൾ സുവിശേഷം കേട്ട് സൗഖ്യപ്പെടാനും മാനസാന്തരപ്പെടാനും കത്തോലിക്ക സഭയിൽ വിശ്വാസിയായി മാറാനും അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളായി മാറാനും ഉപകരണങ്ങളാക്കി ആരെയൊക്കെയോ തിരഞ്ഞെടുക്കുന്നു. ഈ ആരാധനാ സമയത്ത്, ഈ അനുഗ്രഹ ആശീർവാദ സമയത്ത്
അനേകം ആത്മാക്കൾക്ക് പ്രേരണ ലഭിച്ച് പരിശുദ്ധാത്മ മനസ്സോട് ചേർന്ന് തങ്ങളായിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സുവിശേഷ പ്രഘോഷണ അന്തരീക്ഷം ഒരുങ്ങാൻ ഇടയാകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ കൊടുത്ത് വിശേഷ്യ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച്, ദൈവമേ അങ്ങ് എന്നെ ഉപയോഗിച്ചു കൊള്ളുക, അങ്ങയുടെ ഉപകരണമാക്കി എന്നെ മാറ്റിക്കൊള്ളുക, അങ്ങയുടെ ആയുധമാക്കി എന്നെ തെരഞ്ഞെടുത്തുകൊള്ളുക എന്ന വിധേയ മനസ്സോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് യേശുവെ അങ്ങ് ഭരമേൽപ്പിക്കുന്ന ദൗത്യം ശിരസ വഹിക്കാനുള്ള ശക്തി നൽകണമേ എന്ന ആഗ്രഹത്തോടുകൂടി ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. നമീബിയയെ കുറിച്ചുള്ള വചന പ്രഘോഷണ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നവരും ഇപ്പോൾ ആരാധനയിൽ നന്ദിയും സ്തുതിയും പറയുന്നവരുമായ അനേകം പേരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അത്ഭുത രോഗശാന്തിയും കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറ്റിൽ ക്യാൻസർ ഉള്ള 4 പേരെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോറൻസ്, സണ്ണി, വർഗീസ്, മിനി, ബിന്ദു, കൊച്ചുറേസ്യ എന്നിവരെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കുന്നു, വിശ്വാസത്തിന്റെ ഉണർവ് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കിഡ്നി പേഷ്യന്റിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴുത്തുവേദന, തേയ്മാനം, തോളലിന് വേദന, തലയ്ക്കകത്തിരുന്ന് കുത്തി വേദന, കാല് കഴയ്ക്കൽ വേദന, ഇങ്ങനെ അനേകം പേർക്ക് കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലോകാതിർത്തികൾ വരെ, ലോകാതിർത്തികൾ വരെ വിശേഷം എത്തിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഉപകരണമാക്കണമേ, ഉപകരണമാക്കണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. സ്നേഹം നൽകണമേ, സ്നേഹം നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വാരിക്കോരി വർഷിക്കണമേ. കൈകൾ ഉയർത്തി യേശുവേ നന്ദി, യേശുവേ കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഗുഡ്നസ് ചാനലിന്റെ ആത്മാവിന്റെ വെളിപ്പെടുത്തലിന്റെ കൂടെ വചനം നൽകുകയും ദിവികാരുണ്യ ആരാധന ഒരുക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവമേ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകൾ നായ്ക്കമ്പറമ്പിലച്ചന് ലഭിക്കുന്നതിനനുസരിച്ച് വീണ്ടും സമ്മേളിക്കാൻ ഇടയാവട്ടെ. ദൈവം നമുക്ക് സമൃദ്ധമായ അനുഗ്രഹം നൽകട്ടെ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പു